അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വക്കീലിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കുറേ ചെറിയ ചെറിയ മസലകൾ പറയാണ്. അഥവാ ഉപയോഗിക്കുന്ന പദങ്ങൾ, ആ പദങ്ങൾക്കനുസരിച്ചാണ് വിൽപ്പന നടത്തേണ്ടത്. നീ ഉദ്ദേശിക്കുന്ന എത്ര സംഖ്യയാണോ അത്രയ്ക്ക് വിറ്റോ എന്ന് പറഞ്ഞാൽ പിന്നെ നഷ്ടത്തിനും വിൽക്കാമല്ലോ. പക്ഷെ അപ്പോൾ നാട്ടിലെ നാണയത്തിനെ വിൽക്കാൻ പറ്റുള്ളൂ. നീ ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിറ്റോ, നീ അഭിപ്രായപ്പെടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് വിറ്റോ എന്നാണ് പറയുന്നതെങ്കിൽ നാട്ടിലെ നാണയത്തിനാവാം, വിദേശ കറൻസിക്കും ആവാം. അപ്പോൾ നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല, കടത്തിന് വിൽക്കാൻ പറ്റില്ല. നീ ഉദ്ദേശിക്കുന്നത് എങ്ങനെയോ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ കടത്തിനും വിൽക്കാം, പക്ഷെ നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല. ഇവിടെ 3 പദങ്ങളാണ്: കം ഷീത്ത, ബിമാ ഷീത്ത, കൈഫ ഷീത്ത. ഈ 3 പദത്തിനും അറബിയിൽ കുറച്ച് പ്രത്യേകത ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. ലോകാലി വക്കീലിഹി, ഒരാൾ തൻ്റെ വക്കീലിനോട് പറഞ്ഞു, ബിഅഹു, നീ ഈ സാധനം വിറ്റോ, ബിക്കം ഷീത്ത, ഉദ്ദേശിക്കുന്ന സംഖ്യക്ക് എത്രയോ അത്രക്ക് എന്ന് പറഞ്ഞാൽ, ഫലഹു ബൈഅഹു ബി അബിനിൻ ഫാഹിഷിൻ, നല്ല നഷ്ടത്തിനും വിൽക്കാവുന്നതാണ്, വലിയ നഷ്ടത്തിന് വിൽക്കാവുന്നതാണ്. ലാബി നസിയത്തിന്, കടത്തിന് വിൽക്കാൻ പറ്റില്ല. വലാബി ഗൈരി നഖദിൽ ബലദി, ആ നാട്ടിലെ നാണയമല്ലാത്തതിനും വിൽക്കാൻ പറ്റില്ല. കനക്കം എന്നത് എണ്ണത്തിനാണ്, എത്ര സംഖ്യക്ക് വിൽക്കോ എന്നർത്ഥം. ഇനി പറഞ്ഞു ലോകാല ബിമാ ഷിഇത ബിമാ തറാഹു എന്ന് പറഞ്ഞാൽ, ഉദ്ദേശിക്കുന്ന ഒന്നിന്, നീ അഭിപ്രായപ്പെടുന്ന ഒന്നിന് എന്ന് പറഞ്ഞാൽ, ഫലഹു ബൈഅഹു ബി ഗൈരി നഖദിൽ ബലദി, നാട്ടിലെ കറൻസി അല്ലാത്തതിനും വിൽക്കാം. പക്ഷെ എന്തിനു വിൽക്കാൻ പറ്റില്ല? കാരണം മാ എന്ന് പറഞ്ഞാൽ അതാണ്, നീ ഉദ്ദേശിക്കുന്ന വില കൈഫ എന്നാണ്. മാ എന്നാവുമ്പോൾ ലാബി ഖബിന്, നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല. വലാബി നസിയത്തിന്, കടത്തിന് വിൽക്കാൻ പറ്റില്ല. ഇനി പറയുന്നത് ഖാല ബി കൈഫ ഷിഇത, ഖാല എന്ന് കൂട്ടി കൊടുക്കണം. നീ ഉദ്ദേശിക്കുന്നത് എങ്ങനെയോ അങ്ങനെ വിറ്റോ എന്നാണ് പറഞ്ഞതെങ്കിൽ, ഫലഹു ബൈഅഹു ബി നസിയത്തിന്, കടത്തിന് വിൽക്കാം. പക്ഷേ ലാബി ഖബിനിൻ, നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല. അലാബി ഗൈരി ബലദിൻ നഖ്ദി, നാട്ടിൽ നാണയമല്ലാത്തതിന് വിൽക്കാൻ പറ്റില്ല. ഔ ബിമാ അസ്സവഹാന. ഇനി പറയുന്നത് എന്താണെന്ന് അറിയാം, 4-മത്തത് ഖാല, അല്ലെങ്കിൽ ഒരാൾ വക്കീലിനോട് പറഞ്ഞു, ബിമാ അസ്സവഹാന, കുറഞ്ഞതും കൂടിയതുമായതിന് വിറ്റോ എന്ന് പറഞ്ഞാൽ, അസ്സ എന്ന് പറഞ്ഞാൽ കസുറ, ഹാന എന്ന് പറഞ്ഞാൽ കല്ല, വീര്യമുള്ളതും നിസാരമായതുമായതിന്. അസ്സ എന്ന് പറഞ്ഞാൽ വീര്യമുള്ളതായി, ഹാന എന്ന് പറഞ്ഞാൽ നിസാരമുള്ളതായി. വിലപിടിപ്പുള്ളതിനും നിസാരമായതിനും വിറ്റോ എന്നാണ് പറയുന്നതെങ്കിൽ, ഫലഹു ബൈഅഹു ബി അർദിൻ, ചരക്കിന് വിൽക്കാം. വിറ്റിട്ട് ചരക്ക് വാങ്ങാവുന്നതാണ്. നിൻ്റെ അടുത്തുള്ള സാധനം വിറ്റിട്ട് നിന്നെ വിൽക്കാൻ ഏൽപ്പിച്ച സാധനം വിറ്റിട്ട് പകരം പൈസ വാങ്ങാതെ അറള് വാങ്ങാം. 2 സാധനമാണ് നഖദ്, അറള്. നാണയം, ചരക്ക്. സ്വർണം വെള്ളി അല്ലാത്തതൊക്കെ ചരക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താ, പൈസക്കേ വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ മുമ്പ് കാലത്തൊക്കെ തേങ്ങ കൊടുത്ത് അരി വാങ്ങാറില്ലേ, അപ്പോൾ അരിയാണ് വിലയായിട്ട് വരുന്നത്. അതിനാണ് അറള് എന്ന് പറയുക, ചരക്ക്. അങ്ങനെയും വിൽക്കാം. വഖബിനിൻ, നഷ്ടത്തിന് വിൽക്കാം. എന്ത് പറ്റില്ല? ലാബിനസിയത്തിന്, കടത്തിന് വിൽക്കാൻ പറ്റില്ല. അപ്പം 4 പ്രയോഗങ്ങളാണ്. അതിന് മലയാളത്തിൽ സമാനമായത് പറയാം: കം ഷീത്ത, മ ഷീത്ത, കൈഫ ഷീത്ത, ബിമാ അസ്സവഹാന. ഈ 4 പ്രയോഗങ്ങൾക്കും 4 മുറാദാണ് ഉള്ളത്. അതിനനുസരിച്ചാണ് വക്കീൽ വിൽപ്പന നടത്തുന്നത്. നീ ഉദ്ദേശിക്കുന്ന സംഖ്യക്ക് വിറ്റോ എന്ന് പറയാം, ഉദ്ദേശിക്കുന്ന ഒന്നിന് വിറ്റോ, വിലക്ക് വിറ്റോ എന്ന് പറയാം, ഉദ്ദേശിക്കുന്നത് എങ്ങനെയോ അങ്ങനെ വിറ്റോ എന്ന് പറയാം, വില കൂടിയതും നിസ്സാരമായതിനും വിറ്റോ എന്ന് പറയുമ്പോൾ ചരക്കിന് മുക്കാം, നഷ്ടത്തിന് മുക്കാം.
ഇനി പറയുന്നത്, ഞാൻ നിങ്ങളോട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മത്തിന് അർത്ഥം വെച്ചപ്പോൾ ഒരു കാറ് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ ആ കാറ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, പുറത്തുള്ള ഒരാൾക്ക് വിൽക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കൾക്കൊന്നും വിൽക്കാൻ പറ്റില്ല. വലാ യബീഉൽ വക്കീലുൽ നഫ്സിഹി, വക്കീൽ തനിക്ക് തന്നെ വിൽപ്പന നടത്താൻ പറ്റില്ല. അപ്പോൾ മൗലിഹി, തൻ്റെ സംരക്ഷണത്തിലുള്ള മക്കൾ, അങ്ങനെയുള്ള ആളുകളല്ലേ മൗലി എന്ന് പറയാം. ഇയാളെ രക്ഷാധികാരിയായിട്ടുള്ള രക്ഷാകർത്താവായിട്ടുള്ള വ്യക്തികൾ മൗലി എന്ന് പറയും. അവർക്കും വിൽക്കാൻ പറ്റില്ല. വൈൻ അദീന ലഹു ഫിദാലിക്ക, മോക്കിൽ സമ്മതം നൽകിയാൽ പോലും, ഖദ്ദറ ലഹു സമന, വില കണക്കാക്കിയാൽ പോലും, ഈ കാറ് 5 ലക്ഷത്തിന് വിറ്റോ എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും പുറത്തേക്ക് വിൽക്കാൻ പറ്റൂ, വക്കീൽ സ്വന്തമായിട്ട് അതെടുക്കാൻ പറ്റില്ല. പക്ഷേ ഖിലാഫൻ ഇബ്ൻ റിഫാഅത്ത് റഹിമഹുല്ലാ ഈ വിഷയത്തിൽ നമ്മോട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകം സംഖ്യ പറഞ്ഞ് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്വന്തത്തിന് വേണ്ടി തന്നെ എടുക്കാമെന്ന്. എന്താണ് വക്കീൽ സ്വന്തമായിട്ട് എടുക്കാൻ വിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒരാളായി. ലിംതിനാ ഇത്തിഹാദിൽ മൂജിബി വൽ ഖാബിലി, വിൽക്കുന്നയാളും സ്വീകരിക്കുന്നയാളും ഒന്നാകാൻ പാടില്ലാത്തതിന് വേണ്ടി പറ്റില്ല. വൈനിന്തപത്തി തുഹമത്തു, തെറ്റിദ്ധാരണ ഇല്ലെങ്കിൽ പോലും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കുക, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഒരാളാകാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ ചെറിയ കുട്ടീൻ്റെ ഒരു സാധനം, കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സാധനം വാങ്ങുന്നു, നിങ്ങൾ തന്നെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ചെറിയ മോനാണ്, ആ ചെറിയ മോൻ്റെ സമ്പത്തിലേക്ക് ഒരു സാധനം വാങ്ങാൻ നിങ്ങളാണ്, ബാപ്പയാണ് അധികാരപ്പെട്ടവൻ. അപ്പം വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഒരാൾ തന്നെയാണ് അവിടെ പറ്റും. ബി ഖിലാഫി അബീഹി വ വലദിഹി, അവൻ്റെ വക്കീലിൻ്റെ വാപ്പയും റഷീദായ വലതും അപ്രകാരമല്ല. ബിഖിലാഫി അബീഹി, ഈ വക്കീലിൻ്റെ ഉപ്പാക്ക് വിൽക്കാം, വലദിഹി, അവൻ്റെ മക്കൾക്കും വിൽക്കാം. സ്വന്തത്തിനും മൗലിയിനും വിൽക്കാൻ പറ്റില്ല. ഓക്കെ, വക്കീലിന് സ്വന്തത്തിനും അവൻ്റെ മൗലിയിനും വിൽക്കാൻ പറ്റില്ല. ആർക്ക് വിൽക്കാം? ബിഖിലാഫി അബീഹി, അവൻ്റെ പിതാവിന് വിൽക്കാം. വലദിഹി റഷീദ്, റഷീദായ ബുദ്ധിയും പ്രായപൂർത്തിയും പക്വതയുമുള്ള മക്കൾക്കും വിൽക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സമന മിസിലിന് വിൽക്കണം, അതിൻ്റെ സാധാരണ വിലക്ക് വിൽക്കണം. അപ്പോൾ സാധാരണ വില ഒരു സാധനത്തിന് കാറിന് 5 ലക്ഷം റുപ്യാണെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ 5.5 തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഈ 5-ന് വിൽക്കാൻ പറ്റുമോ എന്നാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാ? വലായസിഹുൽ ബൈഉ ബി സമനുൽ മിസ്ലി, സമനു മിസ്ലിന് തന്നെ വിൽക്കൽ സ്വഹീഹ് അല്ല. മാ ബുജൂദി റാഗിബിൻ ബി സിയാദത്തിൻ, കൂടുതൽ തരാൻ താല്പര്യമുണ്ടാവുന്ന ആളുണ്ടാവലോടെ, കൂടുതൽ വില തരാൻ താല്പര്യമുള്ള ആൾ ഉണ്ടായിരിക്കെ സമനു മിസ്ലിന് വിൽപ്പനയും സ്വഹീഹ് അല്ല. പക്ഷെ ചെറിയ ഒരു നഷ്ടമൊക്കെ വേണമെങ്കിൽ സഹിക്കട്ടോ. എത്ര വർധനവ്, ലാ യുതഖാബനു ബി മിസ്ലിഹ, അതുപോലെയുള്ള സാധനത്തിൽ നഷ്ടം പറ്റാത്ത വർധനവ്. ചില വർധനവ് ഒരു 10 റുപ്യ 20 റുപ്യൻ്റെയൊക്കെ വർധനവുണ്ടല്ലോ, അതൊക്കെ ഒരു കാര്യമായി നഷ്ടമുള്ളതല്ല. എങ്ങനത്തെ വർധന? ലാ യുതഖാബനു, ഒരിക്കലും നഷ്ടം സഹിക്കുകയില്ല, ബി മിസ്ലിഹ, അതുപോലെയുള്ള ഒരു സംഖ്യക്ക്. അപ്പം അത്തരം ഒരു വർധനവ് ഉണ്ടെങ്കിൽ, താല്പര്യക്കാരുണ്ടെങ്കിൽ പിന്നെ സമന മിസ്ലിന് വിറ്റാൽ സ്വഹിയല്ല. ഇൻ വസിഖ ബിഹി, എപ്പോഴാണ് നമ്മൾ കൂടുതൽ പറയുന്ന ആൾക്ക് വിൽക്കണം എന്ന് പറയുന്നത്? ഇൻ വസിഖ ബിഹി, അയാളിൽ വിശ്വാസമുണ്ടെങ്കിൽ. ചിലപ്പോൾ 5 ലക്ഷം വെക്കുന്ന ആൾ കൃത്യമായിട്ട് നമുക്ക് പൈസ തരും. 6 ലക്ഷം പറഞ്ഞ ആളെ നമുക്ക് അത്ര വിശ്വാസമല്ല, എന്നാൽ പിന്നെ 6 ലക്ഷം പറഞ്ഞ ആൾക്ക് വിൽക്കരുത്. അതാണ് ഇൻ വസിഖ ബിഹി. കൂടുതൽ വില പറഞ്ഞ ആളിൽ വിശ്വാസമുണ്ടെങ്കിൽ അയാളുണ്ടായിരിക്കെ മാർക്കറ്റ് വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പറഞ്ഞ ആൾ വിശ്വസ്തനാണെങ്കിൽ. അതാണ് മാ വുജൂദ് റാഗിബിൻ ബി സിയാദത്തിൻ,
കൂടുതൽ തരാൻ താല്പര്യമുള്ള ആളുണ്ടായിരിക്കെ. എങ്ങനത്തെ വർധനവ്? ലാ യുതഹാബരും മിസ്ലി, അതുപോലെയുള്ള ഒരു സംഖ്യയിൽ നഷ്ടം സഹിക്കപ്പെടാറില്ല. ₹1000 വിലയുള്ള സാധനത്തിന് ഒരാൾ 1250 രൂപ പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് പറയാം? ബിസിയാദത്തില്ലായി തുകാമിനുസ്ലി, അതുപോലെയുള്ള വർധനവൊന്നും നഷ്ടമായിട്ട് ആരും സഹിക്കില്ല. അത്ര വർധനവൊന്നും വിട്ടുകൊടുത്തുകൊണ്ട് നഷ്ടം സഹിക്കാത്തൊരു വർധനവുണ്ടത്. അങ്ങനെയുള്ളൊരു വർധനവുള്ള ഒരാളുണ്ടായിരിക്കുക. ഇവിടെ ഇമാം അസ്റായി റളിയല്ലാഹു അൻഹു മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്. ഈ കൂടുതൽ പറഞ്ഞ ആൾക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? വലം വെക്കുന്ന മുമാത്തിരൻ, വില തരാൻ ശുയിപ്പാക്കുന്ന ആളുമായിട്ടില്ലെങ്കിൽ. ഒന്ന് വിശ്വാസം വേണം. മുമാത്തിരാവും. മാത്തര എന്ന് പറഞ്ഞാൽ എന്താ? കടം വൈകിപ്പിക്കുന്ന ആൾ, അനാവശ്യമായി കടം വൈകിപ്പിക്കുന്ന ആളും അല്ലെങ്കിൽ. ഒന്നുകൂടെ ഉണ്ട്, വലാ മാലുഹു കസ്ബുഹു ഹറാമൻ, അയാളുടെ സ്വത്തോ അധ്വാനമോ ഹറാമും അല്ലെങ്കിൽ. ആ കൂടുതൽ പറഞ്ഞ ആളെ സ്വത്തോ അയാളുടെ പണിയൊക്കെ ഹറാമായ പണിയാണെങ്കിലോ അപ്പം പിന്നെ കൂടുതൽ വില പറഞ്ഞ ആൾക്ക് വിൽക്കണ്ട. നമുക്ക് ലാഭം മാത്രം കിട്ടിയാൽ പോരല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം ശുദ്ധമായ സ്വത്തായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരും. വലാ മാലുഹോ കസ്ബുഹു ഹറാമൻ, അയാളുടെ സ്വത്തോ അധ്വാനമോ ഹറാമും അല്ലെങ്കിൽ. മുഴുവനല്ല, ഈ ഹുവ കുല്ലുഹോ അക്തറുഹു, മുഴുവനോ അല്ലെങ്കിൽ കൂടുതലോ. മുഴുവനോ കൂടുതലോ ഹറാമും അല്ലെങ്കിലാണ്. അപ്പോൾ ഫൈൻ മുജിദറാഹിമൻ, അപ്പോൾ താല്പര്യക്കാരായ ആളുകളുണ്ടായാൽ, ബിസിയാദത്തി കൂടുതൽ തരാൻ താല്പര്യമുള്ള ആളുണ്ടായാൽ, റഹിബാന്നാൻ ആഗ്രഹിച്ചു, ഫി സമനി ഖിയാറിൻ മജ്ലിസ്, ഖിയാർ മജ്ലിസിൻ്റെ സമയത്തോ, അവിഷർത്ത് അല്ലെങ്കിൽ ഖിയാർ ഷർത്തിൻ്റെ സമയത്തോ കൂടുതൽ പണം തരാൻ താല്പര്യമുള്ള ആളുണ്ടായാൽ, ഒലൊൽ മുസ്തരി, ആ ഖിയാർ മുസ്തരിക്ക് മാത്രമാണെങ്കിൽ പോലും, ചിലപ്പോൾ ഖിയാർ 2 പേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 2-ൽ ഒരാൾക്കും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലം യർള ബിസിയാദത്തി, അപ്പോൾ ഈ കൂടുതൽ പൈസ തരാൻ ഒരാളുണ്ട്, വലം യർള ബിസിയാദത്തി, ഈ വാങ്ങിയ ആളെന്താകുന്നില്ല, കൂടുതൽ തരാൻ തൃപ്തിപ്പെടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തന്നു, ഒരു കാർ വിറ്റു, ഖിയാറുൽ മജ്ലിസ് ഉണ്ട്, അല്ലെങ്കിൽ ഖിയാർ ഷർത്തിന് 3 ദിവസം സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ദിവസത്തിനിടയിൽ ഒരാൾ വന്ന് 5.5 ലക്ഷം എന്ന് പറഞ്ഞു. ഒന്നിരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5.5 ലക്ഷം നിങ്ങൾക്ക് തരാൻ തയ്യാറാവണം. അങ്ങനെ നിങ്ങൾ തരാനും തയ്യാറല്ലെങ്കിൽ ഫസഖൽ വക്കീലുൽ അഖ്ദ, വക്കീൽ ഇടപാട് ക്യാൻസലാക്കണം. ജൂബ നിർബന്ധമാണ്. എങ്ങനെ ക്യാൻസലാക്കൽ? ബിൽ ബൈ ഇലിറാഖിബി ബിസിയാദത്തി, കൂടുതൽ തരാൻ താല്പര്യമുള്ള ആൾക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് ഇടപാടിനെ ഫസ്ഖ് ചെയ്യേണ്ടതാണ്. ഇല്ല, ഫസ്ഖ് ചെയ്യുന്നില്ലെങ്കിൽ ഇംഫസ്ഖ ബിനഫ്സി, സ്വയം അത് ക്യാൻസലാകും. കാരണം ഇവൻ്റെ പൈസക്കല്ലല്ലോ വിറ്റത്, മുവക്കിലിൻ്റെ പൈസക്കല്ലേ. മുവക്കിൽ ഏൽപ്പിച്ച പണി വൃത്തിയായിട്ട് ചെയ്യണ്ടേ. ലാ യുസല്ലിമുൽ വക്കീലു ബിൽ ബൈഇ ബിഹാലിൻ അൽ മബീ ഹത്താ യഖ്ബിദ സമനൽ ഹാല വഇല്ലാ ളമിന ലി മുവക്കിൽ ഖീമത്തൽ മബീ വൽ മിസ്ൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങളെ വിൽക്കാൻ ഒരു മൊബൈൽ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, നല്ലൊരു പുതിയൊരു മൊബൈൽ. നിങ്ങൾക്കതിൻ്റെ വില കിട്ടണം, റൊക്കത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാശ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കാശ് കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാധനം കൊടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോൾ അയാൾ പൈസ കൊണ്ട് മുങ്ങിയാലോ, ആദ്യം അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുള്ള കച്ചവടമൊന്നും ശരിയാവില്ല വക്കീലിൽ നിന്നർത്ഥം. കാരണം ആ കച്ചവടം ഉറക്കണമെങ്കിൽ ആ സാധനം അയാൾ ആദ്യം ഇങ്ങോട്ട് തരണം, എന്നിട്ട് പൈസ കൊടുക്കുക. ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ വലിയ വലിയ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നീ 2 ലക്ഷം കെട്ടിട് 3 ലക്ഷം കെട്ടിട് എന്നൊക്കെ പറയും. നമ്മളൊരിക്കലും അനുസരിക്കരുത്. സാധനം എപ്പോഴാണോ നമുക്ക് തരുന്നത് അപ്പോഴേ കൊടുക്കാവൂ. വക്കീൽ എന്തായാലും അങ്ങനെ പറ്റും. ഇപ്പോൾ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ല, അവരൊക്കെ വക്കീലന്മാരാണല്ലോ. സെയിൽസ് ബോയ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ കമ്പനീൻ്റെ വക്കീലുമാരാണ്. അപ്പോൾ അങ്ങനെ പൈസ ഒന്നും തരാതെ നമ്മളവിടെ കൊടുത്തു, നാളെ തന്നാളാന്ന് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ വക്കീലിന് നീ നഷ്ടം വെച്ച് കൊടുക്കേണ്ടി വരും. ആ സാധനത്തിൻ്റെ വില നീ വെച്ച് കൊടുക്കേണ്ടി വരും. കടം കൊടുക്കൽ സാധാരണ അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കടം കൊടുക്കാൻ അനുമതി ഉണ്ടെങ്കിൽ ഓക്കെ, അനുമതി ഇല്ല എങ്കിൽ, റൊക്കത്തിന് വിൽക്കാനാണെങ്കിൽ ഞാൻ വൈകുന്നേരം പൈസ തരാ എന്ന് പറയുന്നിടത്ത് വക്കീൽ, നിങ്ങൾ പണിക്കാരനാണല്ലോ. ഇപ്പോൾ ഗൾഫിലൊക്കെ ഇഷ്ടംപോലെ വക്കീലന്മാരാണ്. ഷോപ്പ് വേറെ ആൾക്കാരായിരിക്കും, കച്ചവടം ചെയ്യുന്നത്
നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ്, നമ്മളൊക്കെ തന്നെ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കടം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിൻ്റെ ഉത്തരവാദിത്വം വക്കീലുണ്ടാവില്ല, നിങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് പറയാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വക്കീലിനോട് സമ്മതം ചോദിക്കണം. വലാ ഇസല്ലിമുൽ വക്കീൽ ഏൽപ്പിച്ചു കൊടുക്കരുത് ബിൽ മബീഇ ബിൽ ബൈഇ ബിഹാലിൻ, റൊക്കം വിൽപ്പനയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടയാൾ ഏൽപ്പിച്ചു കൊടുക്കരുത് അൽ മബിയ വസ്തുവിനെ, ഹത്താ യഖ്ബിദ സമനൽ ഹാല, ആ റൊക്കം വില വാങ്ങുന്നത് വരെ. വൈല അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദമിനൽ വക്കീൽ മുവക്കിലിന് വേണ്ടി ഉത്തരവാദിയാവേണ്ടതാണ്. ഖീമത്തുൽ മബീഇ, വിൽപ്പന വസ്തുവിൻ്റെ വിലക്ക് നഷ്ടപ്പെട്ടാലേ, ഓരോ മിസ്ത്രിയായ സാധനമാണെങ്കിൽ പോലും. ശരി, രണ്ടും കൂടി അർത്ഥം വെക്കാം. പറഞ്ഞു കാല് വക്കീലിഹി, ഒരാൾ തൻ്റെ വക്കീലിനോട് പറഞ്ഞു, ബിഅഹു, നീ അതിനെ വിൽക്കുക, ബിക്കം സീത, നീ ഉദ്ദേശിക്കുന്ന സംഖ്യക്ക് എന്ന് പറഞ്ഞാൽ, ഫലഹു ബൈഅഹു ബിഖബിനിൻ ഫാഹിസിൻ, വലിയ നഷ്ടത്തിനും അവൻ വിൽക്കാവുന്നതാണ്. പക്ഷേ ലാ ബിനസീഅത്തിൻ വലാ ബിഗൈരി നഖദിൽ വലദി, കടത്തിന് വിൽക്കാൻ പറ്റില്ല, നാട്ടിലെ നാണയമല്ലാത്തതിന് വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഔ ബിമാ ഷീത്ത ഔ ബിമാ തറാഹു എന്നാണ് പറഞ്ഞതെങ്കിൽ, നീ ഉദ്ദേശിക്കുന്നതിന്, നീ അഭിപ്രായപ്പെടുന്നതിന് എന്ന് പറഞ്ഞാൽ, ഫലഹു ബൈഅഹു, അവൻ ആ സാധനം വിൽക്കാം, ബിഗൈരി നഖദിൽ വലദി, നാട്ടിലെ നാണയത്തല്ലാത്തതിനും വലാ വിൽക്കാം, ലാ ബിഗബിനിൻ വലാ ബിനസിയത്തിൻ, നഷ്ടത്തിനും കടത്തിനും വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബി ഖൈഫ ഷീത്ത, നീ ഉദ്ദേശിക്കുന്ന മാതിരി വിറ്റോ എന്നാണെങ്കിൽ, ഫലഹു ബൈഅഹു ബിനസിയത്തിൻ, കടത്തിന് വിൽക്കാം, ലാ ബിഗബിനിൻ, നഷ്ടത്തിന് വിൽക്കാൻ പറ്റില്ല, വലാ ബിഗൈരി നഖദിൽ വലദി, നാട്ടിലെ നാണയമല്ലാത്തതിനും വിൽക്കാൻ പറ്റില്ല. ഇനി ബിമാ അസ്സ വഹാന, വില കൂടിയതും വില കുറഞ്ഞതുമായ സാധനത്തിന് വിറ്റോ എന്ന് പറഞ്ഞാൽ, ഫലഹു ബൈഅഹു ബിഅറദിൻ, ചരക്കിന് വിൽക്കാം, വഹബിൻ, നഷ്ടത്തിന് വെക്കാം, അതിന് പറ്റില്ല, ലാ ബിനസിയത്തിൻ, കടത്തിന് പറ്റില്ല. വലാ യബീഉൽ വക്കീൽ നഫ്സിഹി വ മൗലിഹി, വക്കീൽ ഒരു സാധനം വിൽക്കാൻ ഏൽപ്പിച്ച വക്കീൽ അയാൾക്ക് തന്നെ വിൽക്കാൻ പറ്റില്ല, അയാൾക്ക് വാങ്ങാൻ പറ്റില്ല, അയാളെ കുട്ടികൾക്ക് വേണ്ടി, മൗലിയ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ അല്ല, അവരൊക്കെ മൗലിയാണ്, അവർക്ക് വേണ്ടി വിൽക്കാൻ പറ്റില്ല. അതിന് ലഹു ഫി ദാലിക, സമ്മതമുണ്ടെങ്കിലും, ഖദ്റഹു സമന, വില നേരത്തെ കണക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും. ഖിലാഫിന് ഇബ്നു ഇഫ്താർ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ പ്രതികൂലമാണ്. ഇത്തിഹാദിൽ മൂജിബി ഇംതിനാ ഇത്തിഹാദിൽ മൂജിബൽ ഖബൂൽ, ഈജാബ് നടത്തുന്നയാളും ഖബൂൽ നടത്തുന്നയാളും ഒന്നാകാൻ പാടില്ലാത്തതുകൊണ്ട്. വൈനത്തവത്തി തുഹമത്ത്, തെറ്റിദ്ധാരണുണ്ടെങ്കിൽ പോലും പറ്റില്ല, പക്ഷെ പറ്റും. ബിഖിലാഫി അബീഹി വവർദിഹി റഷീദ്, വക്കീലിൻ്റെ ഉപ്പാക്കും റഷീദായ മക്കൾക്കും വിൽക്കാം. വനാസിഹുൽ ബൈഉ ബി സമനിൽ മിസ്ലിമ വജൂദി റാഗിബിൻ ബിസിയാദിൻ, കൂടുതൽ തരാൻ താല്പര്യമുള്ള ആളുണ്ടായിരിക്കെ സമന മിസ്സിന് വിൽക്കലും സഹിയല്ല, അതിൻ്റെ മാർക്കറ്റ് വിലക്ക് വിൽക്കലും സഹിയല്ല. എങ്ങനത്തെ വർധനവ്? കൂടുതൽ സംഖ്യ, ലാ യുത്ഖാബ് മിസ്ലി, അതുപോലെയുള്ള സംഖ്യ ഒരിക്കലും നഷ്ടം അതുപോലെയുള്ള സംഖ്യക്ക് വിൽക്കുകയാണെങ്കിൽ അതൊരു നഷ്ടമായി തീരും, അതിലുള്ള നഷ്ടം സഹിക്കൂല. അങ്ങനത്തെ വർധനവ്. ഇൻ വസിഖ ബിഹി, അപ്പോൾ ആ കൂടുതൽ തരാൻ തയ്യാറായ വ്യക്തിക്ക് തീയിൽ വിശ്വാസമുണ്ടെങ്കിൽ. ഖാലദ്നായി വലം വെക്കും മാത്തിലൻ, അയാൾ വില തരാൻ എന്നതിൽ അമാന്തം കാണിക്കുന്ന ആളുമല്ലെങ്കിൽ. ഒല മാലുഹോ കസ്ബു ഹറാമൻ, അയാൾ സ്വത്തോ ജോലിയോ ഹറാമുമല്ലെങ്കിൽ. മുഴുവൻ കുറച്ചതല്ല, കുറച്ചായ കുഴപ്പമൊന്നുമില്ല. ഈ ഹുവ കുല്ലുഹോ കസ്റുഹു, മുഴുവനോ അല്ലെങ്കിൽ കൂടുതലോ ഹറാമുമല്ലെങ്കിൽ. ഫൈൻ മുജിദ് റാഗിബും ബിസിയാദത്തി ഫീ സമന ഖിയാരിൽ മജ്ലിസി അവ ശർത്തി, ഈ ഖിയാറിൻ്റെ സമയത്ത് കൂടുതൽ തരാമെന്ന് പറഞ്ഞൊരു താല്പര്യക്കാരൻ വന്നാൽ, വലോൽ മുസ്തരി, ആ ഖിയാർ മുസ്തരിക്ക് മാത്രമാണെങ്കിലും, ലോ ബിസിയാദത്തി, മുസ്തരി കൂടുതൽ തരാൻ തൃപ്തിപ്പെടുന്നുമില്ലെങ്കിൽ, ഫസഖൽ വക്കീലുൽ അഖദ വജൂബൻ, ഇടപാട് വസ്ഖ് ചെയ്യണം. റാഗിബിസ്, കൂടുതൽ തരാൻ താല്പര്യമുള്ള വിറ്റുകൊണ്ട്. വൈല്ലാം ഫസഖ ബിനഫ്സി, അല്ലെങ്കിൽ സ്വയം ദുർബലപ്പെടും, കച്ചവടം ക്യാൻസലാവും. വലാ ഇസലിമുൽ വക്കീൽ ബിൽ ബൈഇ ബിഹാലിൻ, റൊക്കത്തിന് വിൽക്കുന്ന വക്കീൽ അൽ മബിയ, വിൽപ്പന വസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂല, ഹത്താ യഖ്ബദ സമനൽ ഹാല, റൊക്കം വില വാങ്ങുന്നത് വരെ. വൈല്ലാ ദമീനൽ മോക്കിൽ, അങ്ങനെ അല്ലെങ്കിൽ മോക്കിലിന് വേണ്ടി ഉത്തരവാദിയാവേണ്ടി വരും. ഖീമത്തുൽ മബീൻ്റെ വിലക്ക് ഉത്തരവാദിയാവേണ്ടി വരും. ഓരോ മിസ്രിയായ വസ്തുവാണെങ്കിൽ നാണയം തന്നെ ആവണമെന്നില്ല, വില കിട്ടുന്ന സാധനം തന്നെ ആണെന്നില്ല. അരിയോ ഗോതമ്പോ അങ്ങനത്തെ ഉള്ള മിസ്രിയായ വസ്തുവാണെങ്കിൽ പോലും ഉത്തരവാദിയാവുന്നതാണ്. ഓക്കെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.